ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് പാൻ കേക്ക് വിത്ത് ബിസ്ക്കറ്റ്സ്. ഡോറ കേക്ക് എന്ന പേരും ഇതിന് വേണമെങ്കിൽ പറയാം. അടിപൊളി ടേസ്റ്റാണ്, ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിത് ബോർബൺ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം ബിസ്ക്കറ്റ് എടുത്താൽ മതി. ആ ഫ്ലേവറിലുള്ള പാൻ കേക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ക്രീം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ബിസ്ക്കറ്റിലെയും ക്രീം മാറ്റി വെച്ചു. ഇനി ഇതൊന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് കൊടുത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാല് ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. കാരണം പാല് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസി ആകെ മാറിപ്പോവും. പിന്നെ വീണ്ടും നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. കുറേശ്ശെ ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് പാല് ചേർത്തപ്പോൾ തന്നെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമ്മൾ ദോശമാവ് ഒഴിക്കുന്ന പോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പരത്തേണ്ട ആവശ്യമില്ല. പാൻ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 30-40 സെക്കൻഡ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടും. അപ്പം ഞാനൊന്ന് തുറന്നു നോക്കുകയാണ്. ചട്ടുകം കൊണ്ട് നോക്കിയാൽ അറിയാം അത് വെന്തിട്ടുണ്ടോയെന്ന്. അത് അടിയിൽ നിന്ന് വിട്ടു പോരുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 30-40 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കണം. മറിച്ചിടുമ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് മറിച്ചിടാം. കാരണം അതിൻ്റെ മുകൾ ഭാഗം വേവാത്തതുകൊണ്ട് നിങ്ങൾ മറിക്കുമ്പോൾ ആ നടുഭാഗം പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാ പാൻ കേക്കും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്റർ വെച്ച് 6 പാൻ കേക്കാണ് ഇപ്പോൾ കിട്ടിയത്. ഇത് നമുക്ക് 3 സെറ്റാക്കിയിട്ട് മാറ്റാം. ഞാൻ നേരത്തെ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ഡോറ കേക്കിനകത്തെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലാണ് എടുത്തത്. അതുകൂടാതെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അല്ലാതെ നല്ല ടേസ്റ്റാണ്. കാരണം ആ ക്രീമിന് നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്താലും കുഴപ്പമില്ല, അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. വിസ്കോ ബീറ്ററോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടും. ഇതുപോലെ ഇപ്പോൾ തയ്യാറാക്കിയ ഈ ക്രീം നമുക്ക് ഡോറ കേക്കിൻ്റെ അകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചോക്ലേറ്റ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് സെറ്റായി കിട്ടും. നല്ല സോഫ്റ്റാണ്, നല്ല ചോക്ലേറ്റി ഫ്ലേവർ ഉണ്ട്. ഈസിയാണ് തയ്യാറാക്കാൻ. സാധാരണ കേക്ക് റെഡിയാക്കുമ്പോൾ അത് ബേക്കായി വരാനൊക്കെ കുറേ സമയമെടുക്കും. നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ട് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.